അജിത് ഡോവൽ റഷ്യയിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും നിർണായകമായ നീക്കം ഈ റഷ്യ യാത്രയിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അജിത് ഡോവൽ ചെയ്യുന്ന ഏത് നീക്കവും നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അങ്ങനെയൊരു യാത്രയാണിത് എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് സാധാരണ ബന്ധം മാത്രമല്ല, ആയുധ ഇടപാട് കൂടിയാണ്. അപ്പോൾ എന്താകും, റഷ്യയിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുക ആയുധങ്ങളെ പറ്റിയാണ്. നമുക്ക് ആ ഒരു സൂചന കുറച്ച് നാൾ മുമ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S-500 ഇന്ത്യയും റഷ്യയും ചേർന്ന് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു, നിർമ്മിക്കാൻ പോകുന്നു, ജോയിൻറ്റ് വെഞ്ചറായിട്ട് എടുക്കുന്നു. അവിടെ നിന്ന് വലിയ തോതിൽ നമ്മൾ വ്യോമ പ്രതിരോധ സാമഗ്രികൾ ഒന്നിച്ച് നിർമ്മിച്ച് ലോകത്തിന് മുൻപിൽ കാണിക്കാൻ പോകുന്നു. അതായത് S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ആഗോള തലത്തിൽ വലിയ പ്രചാരം സിദ്ധിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ സംഘർഷത്തിൽ നിന്നാണ്. അതായത് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഇത് കണ്ട് അമ്പരയ്ക്കുകയും ഇത്രയും നല്ല വ്യോമ പ്രതിരോധ സംവിധാനമാണോ ഇതെന്ന് നോക്കി റഷ്യയിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ മറ്റു രാജ്യങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പ്രതിരോധ സംവിധാനത്തെ ഉപയോഗിച്ചതോടുകൂടി തന്നെ മനസ്സിലായി ഇന്ത്യക്ക് വലിയ കരുത്ത് ഇക്കാര്യത്തിലുണ്ടാകും. അമേരിക്ക ഇസ്രായേലിന് കൊടുത്ത അയൺ ഡോം അതുപോലുള്ള പല വിധത്തിലുള്ള ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ പല വീഴ്ചകളും അതിന് പറ്റാറുണ്ട്. അതായത് ഒരു 10,000-2000 ഈ പറയുന്ന ഹമാസിൻ്റെ മിസൈലുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അത് പലപ്പോഴും പാളിപ്പോകാറുണ്ട്. 1-2 എണ്ണമൊക്കെ അത് ഈ തകർക്കാൻ കഴിയാതെ വന്ന് പതിക്കാറുമുണ്ട്. ഇറാൻ അയച്ചപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് 1-2 പേരൊക്കെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഹമാസ് ഉണ്ടാക്കുന്നത് അത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്നുള്ള GI പൈപ്പ് എടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് വെടിവരുന്ന കാര്യങ്ങളുമൊക്കെ നിറച്ച് നമ്മൾ ഈ റോക്കറ്റ് ഉണ്ടാക്കുക, നമ്മുടെ പുഴിക്കുന്നാശാൻ ഉണ്ടാക്കുന്ന പോലത്തെ കുറച്ച് വലിയ സാധനം ഇത് നിറച്ച് അടിച്ചു കൊടുക്കുക. ഇത് നേരെ വന്ന് പലപ്പോഴും ഇതിന് വലിയ ഉയരത്തിൽ പോകാൻ കഴിയില്ല. ചെറിയ ഉയരത്തിലൊക്കെ ആണെങ്കിൽ റഡാറിൽ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ഒരു 10-50 അടി പൊക്കത്തിലേക്ക് വരുന്ന ഈ സ്റ്റെൽത്ത് സ്റ്റൈലിലൊക്കെയാണ് അവന്മാർ അയക്കുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, അതിന് കപ്പാസിറ്റി കുറവായതുകൊണ്ടാണ്. അത് അതിർത്തിയുടെ തൊട്ടടുത്ത് നിന്നൊക്കെ ആയിരിക്കും അയക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയ ജനവാസ മേഖലകളിലൊക്കെ ഇത് വന്ന് പതിച്ചേക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് വീണ് ആൾക്കാർക്ക് പരിക്ക് പറ്റിയേക്കും. വലിയ സ്ഫോടന ശേഷി പലപ്പോഴും ഉണ്ടാവില്ല. കാരണം വലിയ പോർമുനയെ വഹിക്കാനുള്ള ശേഷി ഈ പറയുന്ന GI പൈപ്പിലുണ്ടാകുന്ന ഇതിലുണ്ടാകില്ല. ഒരു ചെറിയ സ്ഫോടന ശേഷിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആളില്ലാത്ത സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ ആളുകൾ കുറച്ച് ദൂരത്തോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ കുറച്ച് ദൂരത്തോ ഒക്കെ ആണെങ്കിൽ വലിയ ആഘാതം സൃഷ്ടിക്കാൻ പോലും അതിന് കഴിയാറില്ല. അങ്ങനെ വരുന്ന ചെറിയ സംവിധാനങ്ങളെ പോലും ഈ പറയുന്ന അയൺ ഡോം പോലുള്ള ഫെസിലിറ്റികൾക്ക് പലപ്പോഴും തകർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും അതിൻ്റെ പോരായ്മകളുണ്ട് എന്നുള്ളതും ലോകത്തിന് മനസ്സിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പോരായ്മകളെ പോലും മറികടക്കാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി 10-400 ഡ്രോണുകളൊക്കെ വന്നപ്പോൾ പിടിച്ചു നിന്ന ഇന്ത്യക്ക് കൈവശമുള്ള S-400 വലിയ രീതിയിലുള്ള പ്രചാരം സിദ്ധിച്ചത്. ഇങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവൻ S-400 കൊള്ളാമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഇന്ത്യ റഷ്യയുമായിട്ട് പുതിയ പദ്ധതിയിലേക്ക് പോകുന്നതാണ് S-500. നമ്മുടെ അജിത് ഡോവൽ ഇപ്പോൾ റഷ്യയിലെത്തിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് S-400 നമ്മൾ വാങ്ങിച്ച 2018-ലാണ്. ഇതിൻ്റെ അടുത്ത 2 യൂണിറ്റുകൾ കൂടി നമുക്ക് ഉടനെ വേണം, അത് എത്രയും പെട്ടെന്ന് തരണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 യൂണിറ്റുകൾ കൂടി നമ്മൾ വാങ്ങുന്നുണ്ട്. അത് 2026 ലഭ്യമാക്കും. കാരണം ഈ യൂണിറ്റുകൾ ഇവിടെ എത്താനുള്ള കാര്യം വൈകാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യ-ഉക്രൈൻ യുദ്ധമാണ്. അവരുടെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്ന് ആയുധ വ്യാപാരമാണ്, മറ്റൊന്ന് എണ്ണയാണ്. പക്ഷേ ഈ 2 കാര്യങ്ങളും ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രശ്നത്തിലേക്ക് പോയി. ഇത് നൽകാൻ കഴിഞ്ഞില്ല പലർക്കും എന്നുള്ളതാണ് റഷ്യയ്ക്കുണ്ടായ പ്രശ്നം. ഈ പ്രശ്നത്തിനെ മറികടക്കാൻ കൂടി ഇന്ത്യ സഹായിക്കുന്നതാണ് ഈ പറയുന്ന പദ്ധതി. 35,000 കോടി മുതൽ മുടക്കിലാണ് ഇന്ത്യ ഈ പറയുന്ന S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യ വ്യോമ പ്രതിരോധ രംഗത്ത് വലിയ കരുത്താവുന്നതിൻ്റെ ലക്ഷണങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യ മറ്റ് ചർച്ചകളിലേക്കും പോകാമെന്ന സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇന്ത്യ ബ്രഹ്മോസ് ശക്തമായി ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളെ വരെ അടിച്ച് തകർത്തു. നമ്മൾ അവിടെ നിന്നുണ്ടായ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബ്രഹ്മോസിന് വലിയ ഡിമാൻഡ് വന്നിട്ടുണ്ട്. പല രാജ്യങ്ങളും, ഈ ബ്രസീൽ ആവശ്യപ്പെട്ടു, ഫിലിപ്പീൻ ആവശ്യപ്പെട്ടു, 10-18 രാജ്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ മിസൈൽ ചോദിക്കുകയാണ്. അപ്പോൾ ഈ മിസൈലിൻ്റെ മോഡിഫിക്കേഷൻ, നെക്സ്റ്റ് ജനറേഷൻ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ഇന്ത്യക്ക് ആവശ്യമാണ്. ഇനി അതിനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ നടന്നേക്കാം. കാരണം നമ്മൾ ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം, ആകാശ് 1S എന്ന് പറയുന്നത്, ആ പ്രതിരോധ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
തദ്ദേശീയമായി വികസിപ്പിച്ചാണ്. അതും ഇതിനോടൊപ്പം നമ്മൾ ഉപയോഗിച്ചതാണ്. ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ നമ്മൾ സംഘർഷത്തിൽ ഉപയോഗിച്ചതാണ്. ഇനി അതിനെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്ത്യ അടുത്ത ഘട്ടം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ, അതായത് ആകാശ് NG, ആകാശ് ന്യൂ ജനറേഷൻ വ്യോമ പ്രതിരോധ മിസൈലുകൾ. ഈ മിസൈലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കൊണ്ടുവച്ചാൽ അവിടുന്ന് അടിക്കാൻ പറ്റും, തീരദേശത്ത് വെച്ചാൽ അവിടുന്ന് പ്രയോഗിക്കാൻ കഴിയും, വനമേഖലയിൽ നിന്ന് പറ്റും, ഈ പറയുന്ന ഹിമാലയൻ മലനിരകളിൽ പറ്റും, മരുഭൂമിയിൽ പറ്റും, മഞ്ഞുള്ളിടത്ത് പറ്റും. അങ്ങനെ ഏത് കാലാവസ്ഥയിലും ഏത് പ്രദേശത്തും, ഈ ചതുപ്പുള്ള പ്രദേശങ്ങൾ, നമ്മുടെ ഗുജറാത്തിലെ കച്ച് പോലുള്ള സ്ഥലങ്ങൾ, അവിടെയും ഇതിനെ സ്ഥാപിക്കാൻ കഴിയും. ദ്വീപ സമൂഹങ്ങളിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ സുരക്ഷ ആവശ്യം, നമ്മുടെ ലക്ഷദ്വീപുകളുണ്ട്, നമുക്ക് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ കൈവശമുള്ള ദ്വീപ സമൂഹങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇതിൻ്റെ ആവശ്യം വന്നാൽ, പ്രതിരോധത്തിൻ്റെ ആവശ്യം വന്നാൽ അവിടെ എല്ലാം പ്രയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആകാശ് NG. അങ്ങനെ ഇതിൻ്റെയും കൂടി വികാസം ഇന്ത്യ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ആകാശ് NGയുടെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം റഷ്യ നമ്മളോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് ഈ പറയുന്ന ഈ S-500 നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാമെന്ന്. അങ്ങനെ S-500ലേക്ക് കൂടെ കടന്ന് അതും ഇവിടെ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആകാശ് NG വരുന്നു, അതിൻ്റെ പുതിയ വെർഷനുകൾ വരുന്നു, ഈ പറയുന്ന ബ്രഹ്മോസിൻ്റെ അപ്ഡേഷൻ നടക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വ്യോമ പ്രതിരോധ രംഗത്തും വ്യോമ ആക്രമണം നടത്താനുള്ള കരുത്തിലും നമ്പർ 1ലേക്ക് എത്താനുള്ള സാധ്യത പോലും സംശയിക്കേണ്ടതില്ല. കാരണം ഇപ്പോൾ ഉണ്ടായ S-400ൻ്റെ ഏറ്റവും നല്ല മാതൃക അത് അമേരിക്കയുടെ വ്യോമ പ്രതിരോധ മേഖലയേക്കാൾ മികച്ചതാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അമേരിക്കയേക്കാൾ മുന്നിലേക്ക് പല കാര്യങ്ങളിലും റഷ്യ എത്തും. റഷ്യ രണ്ടാം ശക്തിയല്ല, അതിലും മികച്ച ശക്തിയാണ്, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ, നമ്മുടെ APJ അബ്ദുൽ കലാം സാറിനെ നമ്മൾ വിളിച്ചിരുന്നത് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ്. അപ്പോൾ ഇന്ത്യക്ക് വലിയ മിസൈൽ കരുത്തുണ്ട്. ആ ടെക്നോളജി നമുക്ക് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ISROയുടെ വിക്ഷേപണങ്ങളിൽ ബഹുഭൂരിപക്ഷവും വലിയ വിജയങ്ങളാവാറുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ പറയുന്ന പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കാൻ കഴിയാറുണ്ട്. ലോകം ഈ പറയുന്ന ബഹിരാകാശ വിക്ഷേപണത്തിൽ ഇന്ത്യയുടെ സഹായം തേടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മേഖലകളിൽ വ്യോമ പ്രതിരോധ രംഗത്തും വ്യോമ ആക്രമണത്തിനുള്ള ആയുധങ്ങളുടെ രംഗത്തും ഇന്ത്യക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത് നമ്മളുടെ ഈ ആയുധ കച്ചവടം നടത്താൻ കഴിയുന്നത് ഏതാണ്ട് 50,000 കോടിയുടെ ആയുധ വ്യാപാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പറയുന്നത് അതിലും കൂടുതൽ ഇന്ത്യക്ക് വിറ്റഴിക്കാൻ കഴിയും, കൂടുതൽ തുകയിലേക്ക് ഇന്ത്യയുടെ വ്യാപാരം, അതായത് ആയുധ വ്യാപാരം എത്തുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അജിത് ഡോവൽ ഇപ്പോൾ നടത്തുന്ന നീക്കം പ്രധാനപ്പെട്ട നീക്കമായിരിക്കും. റഷ്യയുമായി ചേർന്ന് വരുന്ന കരുത്തിൽ ഇനി ഒരുത്തനും ഇവിടെ കയറി കളിക്കാനുള്ള ധൈര്യമുണ്ടാകില്ല. ആ നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്, സുപ്രധാന നീക്കം.